ഹായ് ഓൾ, എൻ്റെ പേര് രമ്യ. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് 2025 97ാമത് ഓസ്കാർ അവാർഡിനെ കുറിച്ചിട്ടാണ്. 2025 97ാമത് ഓസ്കാർ അവാർഡ് ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ട് അരങ്ങേറുകയുണ്ടായി. അവിടെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന അഗ്നിരക്ഷാ സേനയെ പ്രകീർത്തിച്ചുകൊണ്ടുകൂടിയാണ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാര നിശ അരങ്ങേറിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഓസ്കാറിലെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ച് നോക്കാം. അതിലാദ്യം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് അനോറ എന്ന ചിത്രമാണ്. അനോറ എന്ന ചിത്രത്തിന് 5ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച നടിക്കുള്ള പുരസ്കാരം അനോറ എന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് മൈക്കി മാഡിസണിനാണ് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഷോൺ ബേക്കർ അനോറ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ഷോൺ ബേക്കറിന് മികച്ച സംവിധായകൻ മാത്രമല്ല എഡിറ്റർക്കുള്ള പുരസ്കാരവും മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയിട്ടുള്ളത് ഷോൺ ബേക്കർ ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരമാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ആഡ്രിയാൻ ബ്രോഡി സ്വന്തമാക്കുന്നുണ്ട്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം മികച്ച നടനുള്ള പുരസ്കാരം മാത്രമല്ല കരസ്ഥമാക്കിയിട്ടുള്ളത്, ഡാനിയൽ ബ്ലൂംബർഗിന്റെ മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം സ്വന്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരവും ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 പുരസ്കാരങ്ങളുമായാണ് ഇത്തവണ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം ഓസ്കാർ ദിശയിൽ അരങ്ങേറിയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മികച്ച സഹനടനുള്ള പുരസ്കാരമാണ്. കീറൻ കൽക്കിനാണ് മികച്ച സഹനടൻ. ദ റിയൽ പെയിൻ എന്ന ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം കീറൻ കൽക്കിൻ സ്വന്തമാക്കിയിട്ടുള്ളത്. US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെയും ഭാഷാ നയങ്ങൾക്കെതിരെയുമുള്ള വിമർശനവുമായിട്ടാണ് ഇത്തവണത്തെ മികച്ച സഹനടിയായിട്ടുള്ള സോയി സൽഡാന എത്തിയിട്ടുള്ളത്. സോയി സൽഡാന മികച്ച സഹനടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രമാണ് എമിലിയ പെരസ്. സോയി സൽഡാനയ്ക്കുള്ള മികച്ച സഹനടിക്കുള്ള പുരസ്കാരം മാത്രമല്ല എമിലിയ പെരസ് എന്ന ചിത്രത്തിന് ലഭിക്കുന്നത്. എൽ മാൽ എന്ന ഗാനത്തിന് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ലഭിക്കുന്നുണ്ട്. മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും അങ്ങനെ 2 പുരസ്കാരങ്ങളുമായിട്ടാണ് ഈ വർഷം എമിലിയ പെരസ് എന്ന ചിത്രം മുന്നേറുന്നത്. ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഡൊമിനിക്കൻ വംശജ കൂടിയാണ് സോയി സൽഡാന. കോൺക്ലേവ് എന്ന ചിത്രത്തിന് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പീറ്റർ സ്ട്രോഗനാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ആ തിരക്കഥയ്ക്കാണ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആഗോള ശ്രദ്ധ നേടിയ ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തെക്കുറിച്ചിട്ടാണ്. ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിന് മേക്കപ്പിനും ഹെയർ സ്റ്റൈലിനുമുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ വിഭാഗത്തിലെ മികച്ച പുരസ്കാരം നേടിയ ഓസ്കാർ ചിത്രമായിട്ട് ദ സബ്സ്റ്റൻസ് മാറുകയുണ്ടായി. അടുത്തതായി നമ്മൾ നോക്കുന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രസീലിൽ നിന്നുള്ള ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പാലസ്തീൻ ഇസ്രായേൽ വിഷയം പറയുന്ന ഒരു ഡോക്യുമെന്ററി ആയിട്ടുള്ള നോ അതർ ലാൻഡിനെ പറ്റിയിട്ടാണ്. നോ അതർ ലാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് പാലസ്തീനും ഇസ്രായേലും സംയുക്തമായിട്ടാണ്. ഈ ഡോക്യുമെന്ററിക്കാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ലിത്വാനയിൽ നിന്ന് ആദ്യമായി എത്തിയ ഫ്ലോ എന്ന ഫിലിമിനാണ് മികച്ച ആനിമേഷൻ മൂവിക്കുള്ള പുരസ്കാരം ഈ വർഷം ലഭിക്കുന്നത്. ഫ്ലോ എന്ന ചിത്രം മികച്ച ആനിമേറ്റഡ് ഫിലിം ആകുമ്പോൾ ഇൻ ദ ഷാഡോ ഓഫ് സർപ്രൈസ് എന്ന ചിത്രത്തിനാണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം ഈ വർഷം ലഭിക്കുന്നത്. അപ്പം മികച്ച ആനിമേറ്റഡ് ഫിലിമായിട്ട് ഫ്ലോയും മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായിട്ട് ഇൻ ദ ഷാഡോ ഓഫ് സർപ്രൈസും മാറുകയുണ്ടായി. അടുത്തതായി നമ്മൾ നോക്കുന്നത് വിക്കറ്റ് എന്ന ചിത്രമാണ്. വിക്കറ്റ് എന്ന ചിത്രത്തിലൂടെ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് പോൾ ടെസ്വൽ ആണ്. അങ്ങനെ ആദ്യമായിട്ട് വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ട് പോൾ ടെസ്വൽ മാറുകയും ഉണ്ടായി.
കഴിഞ്ഞ വർഷത്തെ വമ്പൻ ഹോളിവുഡ് ചിത്രമായിട്ടുള്ള ഡ്യൂൺ പാർട്ട് 2-നാണ് മികച്ച വിഷ്വൽ എഫക്ട്സിനും അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ്ങിനുമുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഹോളിവുഡ് ചിത്രങ്ങളിലൊന്നായ ഡ്യൂൺ പാർട്ട് 2 വിഷ്വൽ എഫക്ട്സിനും സൗണ്ട് ഡിസൈനിങ്ങിനുമായിട്ടുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അനുജ എന്ന ഫിലിം മാറ്റുരച്ചെങ്കിൽ കൂടിയും ആ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കാനായത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ചിത്രത്തിനാണ്. പ്രിയങ്ക ചോപ്രയും ഗുനീത് മോഘയുമാണ് അനുജ എന്ന ചിത്രം നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാമാണ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം. അതുവരേക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്